അങ്ങനെ എല്ലായിടത്തെ പോലെ ഇവിടെയും നേരം വെളുത്ത്. രാവിലെ എന്നെ മൊയില് ഓടി വന്നത് എൻ്റെ അടുത്തേക്കാണ്. കതവ് തുറക്കേണ്ട താമസം. ഞാൻ ഉസൈൻ ബോൾട്ട് ട്രാക്കിൽ ഓടാൻ നിൽക്കും പോലെ നിൽക്കുകയായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ രാവിലെ പ്രഭാത കർമ്മങ്ങൾക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ വന്നോണ്ട് മൊയിലു എന്റെ തലയിലൊക്കെ തലോടിയതിന് ശേഷം ഞാൻ പറയും, മൊയിലു വന്ന് പെട്ടെന്ന് ആവട്ടെ, പെട്ടെന്ന് അയച്ചു വീട് അങ്ങോട്ട് തന്നെ. അങ്ങനെ പിന്നെ എല്ലാവരോടും സ്നേഹപ്രകടനമൊക്കെ കാണിച്ചിട്ട് ഞാൻ നേരെ എന്റെ പ്രഭാത കർമ്മങ്ങളിലേക്ക് പോയി. ഇതിനിടയിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാണാത്ത എന്നെ മൊയിലുമ്മ ഓട്ടക്കിട്ട് പിടിച്ചോണ്ടുവരുന്ന വരക്കമാണിത്. മൊയിലു, ഞാൻ ഒന്നും ചെയ്തില്ല, കുറച്ച് ദൂരം ഒന്ന് പോയതേ ഉള്ളൂ. അതിനാണ് ഈ മൊയിലുമ്മ എന്നെ അയലിട്ട തുണി പോലെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. എന്തായാലും ഭാഗ്യ രണ്ടടിയൊന്നും കിട്ടിയില്ല. അങ്ങനെ മൊയിലുമ്മ എന്നെ വഴക്കും പറഞ്ഞോണ്ട് പിന്നെയും കൊണ്ടുവന്ന് കെട്ടി. ഞാൻ പിന്നെ പറ്റിപ്പോയി അമറിയെ പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ കേക്കത്തേനും മൊയിലുമ്മ പിണങ്ങി വന്നോ ഒരു പിടുത്തോല്ല. മൊയിലുമ്മ പിണക്കോണ തുണിയൊക്കെ പിന്നെ പിടിച്ചില്ല, വന്ന് തിരിഞ്ഞു നോക്ക്. മൊയിലുമ്മോ മൈലോമോ 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 എന്ന് തിരിഞ്ഞു നോക്ക്. പിണക്കോണ എന്നെ ഒന്നോടൊന്ന് അഴിച്ചു വിട്ടണ. അങ്ങനെ മൊയിലിച്ചട്ട എനിക്ക് വേണ്ടി ഒരു മീൻ പിടിച്ചോണ്ട് വന്നിട്ടാണ്ട്. ഇതാണ് മീന്. അങ്ങനെ രാവിലെ ഞാൻ ഉറക്കണേറ്റവും മൊയിലിച്ചട്ട അതുകൊണ്ടൊന്നും എന്നെ കാണിച്ചാണ്. നല്ല മീൻ കേട്ടോ. ഞാൻ കണ്ട പോലെ എന്റെ കണ്ണളി പോയി. ഞാൻ മൊയിലിച്ചാൻ്റെ അടുത്തൊന്നും, മൊയിലിച്ചേട്ടോ ഇതെന്തൊരു മീനാ കേട്ടോ ഇത്, വലിയ മീന്, എന്റെ കുഞ്ഞി ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നാണ്. ഞാൻ നോക്കട്ട്, ഇങ്ങോട്ട് താഴോട്ട് പോയി മൊയിലിച്ചേട്ടാ, ഞാൻ നോക്കട്ടെ കേട്ടോ. എന്റെ കുഞ്ഞി അടിപൊളി മീനാ കേട്ടത്. മണം അടിച്ചിട്ടാണ് ഇരിക്കാനും വയ്യാട്ടാ. ഞാൻ താട്ടാ, ഞാൻ നോക്കട്ടെ ഏട്ടാ. മൊയിലിച്ചേട്ടാ ഇങ്ങോട്ട് നോക്കട്ട്. മൊരിച്ചേട്ടാ ഇത് പച്ചയ്ക്ക് തിന്നണോ അല്ല ഇനി പൊരിച്ച് തിന്നണോ അല്ല കറി വെക്കാൻ പോണോ? എന്തായാലും സമയം കളയണ്ട കേട്ടോ, ഇങ്ങി തന്നോ, ഞാൻ പയ്യെ തിന്ന. നല്ല മണമുണ്ട് കേട്ടോ. കയ്യിൽ വെച്ച് കൊതിപ്പിക്കില്ല കേട്ടോ, ഇങ്ങി ഞാൻ തിന്നോ കേട്ടോ. ഞാൻ പിന്നെ അധികം വൈപ്പിച്ചില്ല. മൊയിലുമ്മയോട് പറഞ്ഞു, മൊയിലുമ്മ ചോറിൻ്റോടെ എനിക്ക് ആ മീന് മതിയെന്ന്. അങ്ങനെ മൊയിലുമ്മ ഈ ചോറിൻ്റോടെ ഈ മീനൊക്കെ കൊണ്ടുവന്നാട്ടോ. എന്തായാലും മൊയിലിച്ചേട്ട ഒരു കില്ലാടി എന്നെ എനിക്ക് വേണ്ടി പോയി മീനൊക്കെ പിടിച്ചോണ്ട് വന്നില്ലേ. ഞാൻ പിന്നെ അതൊക്കെ ആസ്വദിച്ച് അങ്ങ് കഴിച്ചു. അങ്ങനെ വൈകിട്ട് മൊയിലിച്ചെന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ടിരുന്ന വഴിക്ക് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റും കൊണ്ടാണ് കേട്ടോ മൊയില് വന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം മൊയിലുവിന് മാത്രമേ അറിയാന്നുള്ളായിരുന്നു. മൊയിലു അമ്മയോടോ മൊയിലിച്ചേട്ടനോടോ ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു മൊയിലു. എന്തായാലും കാര്യമായിട്ടുള്ള എന്തോ ഉണ്ട്, വലിയ ബോക്സ് അല്ലേ അത്. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നപ്പോഴത്തേക്കും മൊയിലു അതാ കൊണ്ടുവന്നൊരു വലിയ ബോക്സ്. ഞാൻ നോക്കിയപ്പോൾ ഇതെന്തോന്ന് സാധനം മൊയിലു, അടിപൊളി കാണണമല്ലോ, എന്തോ നല്ല മണമൊക്കെ അടിക്കണമല്ലോ, എന്തോന്ന് മൊയിലു ഇത്. അപ്പൊ മൊയിലു പറഞ്ഞു, വാ നമുക്ക് തുറന്നു നോക്കാം, ഒരു സർപ്രൈസ് ആണ് ഇതിനകത്ത്. ഞാൻ അതിനു മുമ്പ് കണ്ടുപിടിച്ചു എന്തോ എനിക്ക് തിന്നാനുള്ളതാണ്. എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, മൊയിലു അതങ്ങോട്ട് തുറ, മണം അടിച്ചിട്ടാണ് ഇരിക്കാനും വയ്യ. മൊയിലു തുറക്കണതിന് മുമ്പല്ലേ ഞാൻ കടിച്ചു പൊടിച്ചത്. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് എപ്പോഴാണോ ഞാൻ പറഞ്ഞു, മൊയിലു അങ്ങോട്ട് പെട്ടെന്ന് തുറക്ക്, എന്തിനാണ് നോക്കട്ടെ. ഇതെന്തോന്ന് ന്യൂട്രീസാ, ഇതാണ് എത്ര മണം അടിച്ചോണ്ടിരുന്നത്. ഞാൻ വെറുതെ നോക്കിയേ, ഇതിനകത്തെന്തോന്നു മൊയിലു, അതിനകത്തെന്തോ കിട്ടിയണേ. ഇതാണല്ലേ ഈ മണം അടിച്ചത്. ഇങ്ങോട്ടുണ്ട് മൊയില്, നോക്കട്ടെ. കൊള്ളാം, നല്ല മണമുണ്ട്. തുറന്നാണ് ഇത്തിരി. മെലു അങ്ങോട്ട് തുറ, നോക്കട്ടെ മണം ഉണ്ടാന്ന്. നല്ല മണമുണ്ട് വെട്ടാ മൊയിലു, നല്ല മണമുണ്ട്. ഇങ്ങോട്ടിട്ട് നോക്കട്ടെ, വെള്ളം എടുത്താണ് നോക്കട്ടെ. ഇങ്ങോട്ടിട്ട് മൊയിലു, മണം അടിച്ചിട്ടാണ് ഇരിക്കണം. വായിന്നാണെ വെള്ളവും വരണം. വെള്ളം നോക്കട്ടെ. മൊയില് തിന്നാൻ നോക്കണം. എനിക്കിതാ കൊള്ളാം, ഇത്തിരി കട്ടിയുണ്ട്, കുഴപ്പമില്ല, ഞാൻ കടിച്ചു പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ പിന്നെ കിടന്നൊന്ന് കടിച്ചു നോക്കി. എന്നിട്ട് ഒരു രക്ഷയില്ല, ഇത്തിരി കട്ടിയുണ്ട്, കുഴപ്പമില്ല, എന്നാലും നല്ല രുചിയുള്ളൊന്ന് ഞാൻ പയ്യെ കടിച്ചത് ഇരുന്നു. പല്ലിന് എനിക്ക് നല്ല സുഖമുണ്ട്. അങ്ങനെ ഞാൻ മൊയിലിൻ്റെ അടുത്തോണ്ട്, മൊയിലും ഇതെന്തോന്ന് കാര്യമില്ല, വേറെ ഒന്നും അടുത്താണ് നോക്കട്ട്. അത് നോക്കട്ടു. ഇത് തന്നെ അവസ്ഥ കേട്ടാ, ഇത്തിരി കട്ടിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ മൊയിലും അതിനടുത്ത് മുളപ്പിച്ച് വെക്കട്ടെ. പക്ഷെ മൊയിലുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല മണമുണ്ട്. ഞാൻ പറഞ്ഞു, മൊയില് തിന്നണ്ടായത്, എനിക്ക് തിന്നാനുള്ളതല്ലേ. ഇതിനിടയ്ക്ക് മൊയില് പറഞ്ഞോട് തിന്നാൻ നോക്കി. ഞാൻ പറയും, മൊയില് ഇങ്ങോട്ടുള്ളു, അത് എനിക്ക് തിന്നാനുള്ളതാണ്. അങ്ങനെ അതും മൊയിലുവിൻ്റെ ഞാൻ പിടിച്ചു തന്നെ തന്നു. അങ്ങനെ പിന്നെ മൊയിലും അതിനെ അടച്ചു കൂട്ടി എൻ്റെ കയ്യിലന്ന് തന്നു. എന്നിട്ട് ഉടനെ എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് ഇറമ്പൊന്നും കയറാൻ നോക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ മൊയിലുമ്മ അവിടെ നിന്ന് നോക്കി കൊതി വിടണുണ്ടായി. ഞാൻ പറഞ്ഞു, മൊയിലുമ്മ വേണ്ട, ഇതെനിക്ക് തിന്നാനുള്ളതാണ്, നിങ്ങൾക്ക് കഴിക്കാനുള്ള ചോറിരിപ്പുണ്ട്. ഞാൻ പിന്നെ അതിനെ കടുപിടായിട്ട് കടിച്ചു കൂട്ടിച്ച് തിന്നോണ്ടിരുന്നു. സംഭവം കൊള്ളാം, പക്ഷേ ഇത്തിരി കട്ടിയുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് പിന്നെ അതാണ് ഇഷ്ടം, ഇത്തിരി കട്ടിയുള്ള ആകുമ്പോഴത്തേക്ക് കടിച്ചു കൂട്ടിയൊക്കെ തിന്നല്ല. ഇതിൻ്റെ ഇടയ്ക്ക് മൊയിലുമ്മ തരുമെന്നൊക്കെ കേട്ടോണ്ട് ചോദിച്ചോണ്ടിരുന്നു. ഞാൻ പിന്നെ തരൂല, നോക്കണ്ട, തരൂല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഒരു ഷേക്കൻ്റെ തരാം, അല്ലാതെ ഞാൻ ഇത് തരൂല, ഇത് എനിക്കുള്ളതാണ്. മൊയില് വാങ്ങിട്ടുണ്ടോന്ന് വേണ്ട, നല്ല മണമുണ്ട് ഇതിന്, ഞാൻ എങ്ങനെ തരും. എനിക്കാണെങ്കിൽ എന്നെ മണം അടിച്ചിട്ട് ഇരിക്കാനും അവസാനം ഞാൻ മൊയില് വന്ന് വരുമോ, ഇങ്ങോട്ട് വരുമോ, ഒരെണ്ണടുത്ത് ഇതാ, എനിക്കിങ്ങനെ കൊതി പിടിച്ചിട്ടാണ് ഇരിക്കാനും വയ്യ. ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ വാങ്ങിട്ടൊന്നും എന്നെ വെറുതെ കൊതിയും കാണിപ്പിച്ച്. മൊയിലു എന്തായാലും ഈ പരിസരത്ത് നിന്ന് എടുത്ത് മാറ്റി വെച്ചല്ലേ, ഇന്ന് തന്നെ ഞാൻ മൊത്തം വെച്ചിന് തിന്ന് തീർക്കും. അങ്ങനെ പിന്നെ കഴിച്ചോണ്ടിരുന്ന എൻ്റെ മൊയിലു ഷേക്കാൻ്റെ ചോദിച്ചേട്ടാ. ഞാൻ പിന്നെ പാവം എനിക്ക് വാങ്ങിച്ച് എന്നല്ലേ എന്ന് വിചാരിച്ചൊരു ഷേക്കാൻ്റെ കൊടുത്തു. അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് മൊയിലുവിൻ്റെ എന്നൊരു തള്ളിലോട്ടല്ലാതെ കിട്ടിയേട്ടോ.
എന്നിട്ട് ഞാൻ മൊയിലുവിനോട് ചോദിച്ചു, മൊയിലു ഇത് ഒറ്റ ദിവസം കൊണ്ട് തിന്ന് എടുക്കാനുള്ളതാണോ? അപ്പൊ മൊയിലു ചോദിച്ചു, അതെന്ത്? അല്ല, ഇങ്ങനെ എനിക്ക് തിന്നോണ്ടിരിക്കുന്ന ആള് ചോദിച്ചത്. എന്നിട്ട് പിന്നെ മൊയിലു ഞാൻ കൈതരുമെന്നും എന്നിട്ട് കൈ നീട്ടിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെ ആ തീറ്റിയിലങ്ങ് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാൻ മൊയിലുവിനോട് പറഞ്ഞു, മൊയിലു ഇനിയും ഇതേപോലെയുള്ള വലിയ വലിയ വിശിഷ്ട ഭക്ഷണങ്ങൾ കിട്ടുമെന്ന് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പിന്നെ വൈകുന്നേരം എനിക്ക് കിടക്കാൻ തന്നെ എടുത്ത് കടിച്ചു പറിച്ച് ഞാൻ തലയെ കൂടെ എടുത്ത് ചുറ്റിക്കൊണ്ട് ഇങ്ങനെ കുറെ നേരം കളിച്ച് അവിടെ നടന്നു. മൊയിലും ഇതെല്ലാം ദൂരെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം എന്റെ ചെറിയ ചെറിയ തമാശകൾ മാത്രം. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു, കേൾക്കാൻ കിടക്കുന്നു. അങ്ങനെ അവസാനം അതിൽ നിന്നൊക്കെ എങ്ങനെയോ ഒക്കെ ഞാൻ തടിയൂറ്റി രക്ഷപ്പെട്ടു. ഒരു സെക്കൻഡ് ഞാനും പേടിച്ചു ചത്തുപോകുന്നു. അങ്ങനെ പിന്നെ ആ മറിച്ചിലൊക്കെ ശേഷം മൊയിലുമ്മ എനിക്ക് മട്ടന്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ തിന്നുമെന്നുള്ളത് അറിഞ്ഞൂടാ, എന്നാലും കൊണ്ടുവന്നു. ഞാൻ പിന്നെ നോക്കിയപ്പോൾ നല്ല മണമുണ്ട്. ഞാൻ പിന്നെ അങ്ങ് ആസ്വദിച്ച് അങ്ങ് തിന്നു. എന്നിട്ട് ഞാൻ മൊയിലുമ്മയോട് പറഞ്ഞു, ഇതിലും വലിയ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. സംഭവം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതങ്ങ് ആസ്വദിച്ച് അങ്ങ് തിന്നു. പിന്നെ നിങ്ങളടുത്ത് ഒരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ. എനിക്ക് പുതിയ ബെഡൊക്കെ കിട്ടി കേട്ടോ. ഇനി മുതൽ ഇതിലാണ് എൻ്റെ ഉറക്കമൊക്കെ. അങ്ങനെ മൊയിലു എനിക്കൊരു മെത്തേക്കെ സെറ്റ് ചെയ്ത് തന്നു. കൊള്ളായിരുന്നു. നല്ല എൻ്റെ പുറത്ത് കയറിയാലും നല്ല സുഖം ഉണ്ടോ. ഞാൻ അങ്ങനെ കയറി ഇരുന്ന് നോക്കിയാ. എന്നിട്ട് ഞാൻ മൊയിലിൻ്റെ അടുത്തോട്ട് ഞാൻ, മൊയിലു കൊള്ളാം, സുഖം ഉണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ മൊയിലുമ്മയും മൊയിലു ചേട്ടനും മൊയിലും ഒക്കെ വന്ന് എൻ്റെ അടുത്ത് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞാനിരുന്നു കേട്ടോ. മൊയിലുമ്മ വന്ന് പിന്നെ എൻ്റെ പയ്യ തലയിലൊക്കെ തലോടി അങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ പിന്നെ എനിക്കിന്ന് മൊയിലു വിരമരുന്ന് തന്നാട്ടോ. അങ്ങനെ കിടന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മൊയിലു നൈസ് വിരമരുന്ന് എടുത്തോണ്ട് വന്ന കേട്ടോ. അങ്ങനെ ഈ ഒരു സിറിഞ്ചിലാണ് വിരമരുന്ന് എടുത്തോണ്ട് വന്നത്. വിരമരുന്ന് കൊണ്ടുവന്ന് നേരെ എൻ്റെ വാപൊളിച്ച് വായിക്കാത്തോട്ട് അങ്ങോട്ട് ഒറ്റ ഒഴുപ്പായിരുന്നു. ഞാൻ പിന്നെ ഒരു മടി കൂടാതെ അങ്ങ് കുടിച്ചിറക്കി കേട്ടോ. അങ്ങനെ നല്ല കുട്ടിയായിട്ട് മരുന്ന് കുടിച്ചോണ്ട് മൊയില് താടിയിലൊക്കെ പയ്യെ പിടിച്ച് തടയി കേട്ടോ. അങ്ങനെ പിന്നെ ആ മരുന്നൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ചേരം കൂടെ നമ്മൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പഠിച്ച് അങ്ങനെ ഇരുന്നു. അവസാനം പിന്നെ ഉറങ്ങാൻ ടൈമായപ്പോൾ അവർ ടാറ്റയും പറഞ്ഞ് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ശരി.